ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സഞ്ജനാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. അപ്പോൾ പെസഹ വ്യാഴാഴ്ചയായിട്ട് നമുക്ക് അപ്പവും പാലൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ അപ്പം ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ നോക്കി തേങ്ങയൊക്കെ കൊത്തിയെടുത്ത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഉള്ളിയൊക്കെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വട്ടത്തിലായിട്ട് അരിഞ്ഞെടുക്കണ്ടേ, അങ്ങനെ അരിഞ്ഞെടുത്തു. അതുപോലെ ഉഴുന്ന് കഴുകി വെള്ളത്തിലിട്ട് കഴുകി അത് വെള്ളം പോകാനായിട്ട് വെച്ചിട്ട് പിന്നെ അത് നമ്മൾ വറുത്തെടുത്തു. അതിനുശേഷം നമ്മളത് പൊടിച്ചെടുത്തു. അങ്ങനെ അതുപോലെ തന്നെ തേങ്ങയും ഒരു മുറി തേങ്ങ ചിരകി എടുത്ത് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും പെരുംജീരകവും നല്ല ജീരകവും എല്ലാം കൂടെ കൂട്ടി നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തു. പിന്നെ നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഒരു 6-7 മണിക്കൂർ കുതിരാനായിട്ട്. അത് കുതിർന്ന് കഴിഞ്ഞപ്പോൾ നമ്മളത് അരച്ചെടുത്തു. അങ്ങനെ എല്ലാം കൂടെ അരച്ച് നന്നായിട്ട് നമ്മൾ വറുത്തെടുത്ത് ചുവന്നുള്ളിയും തേങ്ങയും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ അരച്ചെടുത്ത തേങ്ങയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് നമ്മൾ കലത്തപ്പാട്ട് ചുട്ടെടുക്കുന്ന അപ്പാട്ട്, നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന അപ്പമല്ല, ഞങ്ങളവിടെയൊക്കെ ഉണ്ടാക്കുന്നത് ചുട്ടെടുക്കുന്ന അപ്പമാണ്. അപ്പോൾ നമ്മളങ്ങനെ അപ്പം ഉണ്ടാക്കി കുരിശൊക്കെ വെച്ച് അപ്പം ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് നമുക്ക് അപ്പം ഉണ്ടാക്കുമ്പം നമ്മുടെ വീട്ടിൽ അപ്പം മുറിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കുടുംബ യൂണിറ്റിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷയുണ്ട്. അപ്പോൾ അതിനും പോകണം കേട്ടോ. നമ്മുടെ വീട്ടിലെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടെ പോകാൻ. അപ്പോൾ അവിടെ നമുക്ക് അപ്പം കൊണ്ടുപോകണം കേട്ടോ. കാരണം അവിടെ പുഴുങ്ങിയ അപ്പമാണ്. അപ്പോൾ നമുക്ക് അവർക്കും കൊടുക്കാനായിട്ട് കുറച്ച് അപ്പം കൊണ്ടുപോകണം. ഇനി നമ്മുടെ വീട്ടിലെ അപ്പം മുറിക്കൽ ശുശ്രൂഷ കാണാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. സ്നേഹവും കാരുണ്യവും അനുസ്മരിക്കുന്നതിനായി ഞങ്ങൾ നടത്തുന്ന ഭവന ശുശ്രൂഷയെ സുപ്രധാനമാകണമേ. അങ്ങയുടെ എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കാരുണ്യം അനന്തമാകുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കുടുംബ യൂണിറ്റിൽ ഒരു വീട്ടിലെല്ലാവരും കൂടി അങ്ങനെ പെസയൊക്കെ ആഘോഷിച്ചു. നല്ല രസമായിരുന്നു തവണത്തെ പെസ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീട്ടിൽ അപ്പവും പാലൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോ വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ബായ്.